നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മസ്കറ്റിലുള്ള അൽമൗജ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അൽമൗജാണ് കാണിച്ചത്. അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണിത്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സഞ്ചരിക്കുന്ന ഒരു ടീ ഷോപ്പാണ്, ഒരു കഫേ. നമുക്കതിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഈ ബോട്ടിനടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഞ്ചരിക്കുന്ന കഫേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ കയറാനുള്ള സന്തോഷമാണെന്ന് തോന്നുന്നു. റിച്ചുക്കുട്ടൻ പതിവിലും വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, ഇവിടെ വളരെ ലക്ഷറീസ് ആയിട്ടുള്ള യാട്ടുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഇങ്ങനെ നമുക്ക് റൈഡിനൊക്കെ പോവാം. ഇവിടെ ഒരു ഐലൻഡുണ്ട്, ഒരു സംരക്ഷിതമായിട്ടുള്ളൊരു ഐലൻഡുണ്ട്. അവിടെ പോകാൻ കഴിയും. അവിടെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാം. സ്നോർക്കലിങ് അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട്. LED സ്ട്രിപ്പുകളൊക്കെ വെച്ച് ബോട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ നമ്മുടെ ഉത്സവപ്പറമ്പിലെത്തിയ ഒരു പ്രതീതിയായി. ബോട്ട് ഒരു വുഡൻ സ്ട്രക്ചറാണ്. ഇവിടുത്തെ ട്രഡീഷണൽ ഒമാനി ബോട്ടുകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ട്രക്ചറൊക്കെയാണ് ഈ ബോട്ടിന്. അങ്ങനെ നമ്മൾ ബോട്ടിനകത്ത് കയറി. ടിക്കറ്റൊക്കെ കൊടുത്തു. കണ്ടില്ലേ, സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിലൊക്കെ ഇരുന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ പോവാം. നല്ല രസമുണ്ടാകും അല്ലേ? നമ്മുടെ നാട്ടിലെ ഹൗസ് ബോട്ടിൻ്റെ സെയിം ഒരു സ്ട്രക്ചറൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലൊക്കെ തന്നെയാണല്ലോ അതും. അങ്ങനെ നമ്മൾ മുകളിലത്തെ നിലയിലേക്ക് പോയി. ഇതാണ് കഫേ. ധാരാളം ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇരിക്കുന്നു. വളരെ സൂപ്പർ വ്യൂ ഉള്ളൊരു സ്ഥലമല്ലേ? ഇവിടെ വളരെ ഹൈ എൻഡ് ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ്. വളരെ റിച്ച് ആയിട്ടുള്ള ബിസിനസ് പീപ്പിൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ താമസിക്കുന്ന ആളുകളോട് അസൂയ തോന്നും. കാരണം രാവിലെ എഴുന്നേറ്റിട്ട് ബാൽക്കണിയിലൊക്കെ ഇരുന്നിട്ടൊരു കോഫിയൊക്കെ കുടിച്ചിട്ടേ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ റിലാക്സിങ് ആയിട്ടിരിക്കാം. കാരണം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഒരു സ്ട്രെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് പറ്റിയൊരു സ്ഥലം, സ്ട്രെസ് ഫ്രീ ആവാൻ. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര ആരംഭിച്ചു. ബോട്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടുത്തൊരു ലബനാനി ഫാമിലിയാണെന്ന് തോന്നുന്നു. അവരൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ ബോട്ടിനകത്ത് ധാരാളം ഒമാനികളുണ്ട്, പിന്നെ മലയാളീസുണ്ട്, ലബനാനി, ജോർദാനി ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. എല്ലാവരും ബോട്ട് സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ പുറം കാഴ്ചകളിലേക്ക് ഇങ്ങനെ വ്യാപൃതരായിരിക്കുകയാണ്. ഒരു ചേട്ടൻ അവിടെ നിന്ന് വയലിൻ വായിക്കുന്നുണ്ട്. ആൾക്കാരെല്ലാം അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് വീഡിയോസ് എടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും അറബി സംഗീതമാണ്. ഈ പുറത്തു നിന്നുള്ള കുളിർക്കാറ്റും എല്ലാം കൂടെ ചേരുമ്പോൾ ഈ സന്ദർഭം വളരെ ഹൃദ്യമാകുന്നുണ്ട്. നമുക്ക് ഓർത്തു വെക്കാൻ ഉള്ള ഒരു നിമിഷം. ഇതൊക്കെയല്ലേ ഒരു സന്തോഷം അല്ലേ? ബോട്ടിനകത്തിരുന്നിട്ട് വെളിയിലുള്ള വ്യൂ കാണുമ്പം മനോഹരമായിട്ടുണ്ട്. ഈ ലൈറ്റ്സൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ അൽമൗജിനെ പറ്റി പറഞ്ഞാൽ ഇതൊരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഏതാണ്ട് 19,000 ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. വളരെ
90 ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള. അപ്പോൾ ഇവിടുത്തെ ടൂറിസം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് മാജിദ് അൽ ഫുട്ടൈൻ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് ഡെവലപ്പ് ചെയ്തൊരു പ്രോജക്റ്റാണിത്. അദ്ദേഹത്തിൻ്റെ വയലിൻ വായന വളരെ തകൃതിയായിട്ട് നടക്കുന്നു, പലതരത്തിലുള്ള ട്യൂണുകളിൽ. ഇടയ്ക്ക് നമ്മുടെ ഹിന്ദി പാട്ടും വന്നിരുന്നു. ഹം തേരെ ബിൻ അബ്, ആ പാട്ട്, തേരെ ബിന ക്യാ വജൂദ് മേരാ, ആ പാട്ട് അദ്ദേഹം വായിച്ചിരുന്നു. ഇപ്പോഴത്തേന് മലയാളികളൊക്കെ വളരെ ആവേശഭരിതരായി. ആ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്, അതൊരു യൂണിവേഴ്സൽ സോങ്ങാണ്. ഒരുപാട് അറബികൾക്ക് ആ പാട്ട് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഓഫീസിലുള്ള പല പാലസ്തീനികൾക്കും ജോർദാനികൾക്കൊക്കെ ആ പാട്ട് വളരെ ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മുടെ ബോളിവുഡിന് വളരെ റീച്ചുണ്ട് എല്ലായിടത്തും. നമ്മൾ സൗത്ത് ഇന്ത്യൻസിന് ഹിന്ദി ഇഷ്ടമല്ല, പക്ഷേ ഹിന്ദി അറിയാമെങ്കിൽ നമ്മൾ കണക്റ്റഡാണ്. ഹിന്ദി ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. എവിടെയും ഹിന്ദി ചലിക്കും എന്നുള്ളൊരവസ്ഥയാണ്. ജർമ്മൻസിനൊക്കെ ഹിന്ദി അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഹിന്ദിയോട് വിരോധം കാണിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ താളങ്ങൾക്ക് അനുസൃതമായിട്ട് ആളുകൾ കൈയൊക്കെ കൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പുറത്തുള്ള ഈ നഗരക്കാഴ്ചകൾ അതിമനോഹരമാണ്. കാറ്റിങ്ങനെ വരുന്നുണ്ട്, ഒരു കുളിർ കാറ്റ്, അതാണ് ഏറ്റവും രസകരം. ഒപ്പം ഈ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ അടുത്തിരിക്കുന്ന ഒരു മലയാളി ഫാമിലിയാണ്. ആ പാട്ട് കേട്ടപ്പോൾ ഈ ഫാമിലി വളരെ ആവശ്യത്തിലായിരുന്നു. ഏത് ഞാൻ പറഞ്ഞ ഹിന്ദി പാട്ട്. നല്ലൊരു ഐഡിയ ആണല്ലേ സഞ്ചരിക്കുന്ന കഫേ. കുറേ ഒമാനികൾ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് അവിടെ, കണ്ടില്ലേ? ഒമാനികൾ പിന്നെ ഏത് സന്ദർഭത്തിലും ഈ കന്തൂറയിട്ടേ നടക്കും. വയലിൻ ചേട്ടൻ്റെ ഒരു ഗ്ലാമറൊക്കെ വെച്ചിട്ട് നമുക്ക് മലയാള സിനിമയിലൊക്കെ ഒരു അവസരം കൊടുക്കാമല്ലേ? ഹിന്ദി സിനിമയിൽ തന്നെ കൊടുക്കാം. നമ്മുടെ ഫാഫായൊക്കെ പോലെ ഒരു ലുക്ക്. പലരും പലതും ഓർഡർ ചെയ്ത് കഴിക്കുന്നുണ്ട്. നമ്മളും ഷവർമയൊക്കെ കഴിച്ചു. ഒരു ലെബനീസ് ഷവർമയായിരുന്നു, മനോഹരമായിട്ടുണ്ടായിരുന്നു. ഒമാനികൾ കൂടി നിന്ന് പാട്ട് പാടുകയാണ്. അവരുടെ എന്തോ പാട്ടൊക്കെയാണ്, കൈകൊട്ടി പാടുകയാണ്. റിച്ചുകുട്ടനിങ്ങനെ ഇറങ്ങി ഇങ്ങനെ നടക്കുവാണ്. ആ വയലിൻകാരൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് പുള്ളി, എന്താണെന്നറിയില്ല. അങ്ങനെ ബോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കേരളത്തിലും ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണ്. ഉണ്ടോയെന്നറിയില്ല നിലവിൽ. പക്ഷെ സഞ്ചരിക്കുന്ന കഫേ നല്ല സൂപ്പർ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കും. നമുക്ക് കേരളത്തിൽ എവിടെ അത് ചെയ്യാൻ കഴിയാത്തത്? കേരളം വിചാരിച്ചാൽ മാൽദ്വീപ്സിനെയൊക്കെ കടത്തിവിട്ടാൻ കഴിയും. അതുപോലെ അത്രയും മനോഹരമാണ് നമ്മുടെ നാട്. നീറ്റ്നെസ്സും ക്ലീൻനെസ്സും കീപ്പ് ചെയ്താൽ മതി. പിന്നെ ഇതുപോലുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രോജക്റ്റുകൾ കൊണ്ടുവരിക. അപ്പോൾ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ആളുകളെല്ലാം വരും. ബിസിനസ്സുകാരും നമ്മുടെ ഇന്ത്യയിൽ തന്നെ വലിയ ബിസിനസ് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് റിലാക്സിങ് ആയിട്ടും അവരുടെ പാർട്ടിക്കും ഒക്കെ അവർ വരും.
ഇങ്ങനെയുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും രസകരമായിരിക്കും. ഇതിപ്പോൾ ഇവിടെ വളരെ എക്സ്പെൻസീവായിട്ടുള്ള യാട്ടുകളുമുണ്ട്, അഫോർഡബിളായിട്ടുള്ള രീതിയിലുള്ള സംഗതികളുമുണ്ട്. അപ്പം എല്ലാതരം ആളുകൾക്കും ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ കഴിയും. അതാണ് ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത. അങ്ങനെ നമ്മൾ സഞ്ചരിച്ചിട്ട് ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. തിരിച്ചു വന്നിട്ട് അവർ ബോട്ട് അടുപ്പിക്കുകയാണ്, തീരത്തേക്ക് അടുപ്പിക്കുകയാണ്. അങ്ങനെ ഒരു മനോഹരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പാട്ടും എല്ലാം കൂടെ ചേർന്നേ, വയലിൻ സംഗീതവും ഭക്ഷണവും മനോഹരമായ ഷവർമയും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇത്തരം വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.